ഭൂമിക്കൊരു കുട നിവർത്താൻ ഒത്തൊരുമിക്കാം ചങ്ങാതി. നട്ടുവളർത്താം മാമരമൊന്നിനെ നട്ടു നനയ്ക്കാം ചങ്ങാതി. നട്ടു നനയ്ക്കാം ചങ്ങാതി. ഭൂമിക്കൊരു കുട നിവർത്താൻ ഒത്തൊരുമിക്കാം ചങ്ങാതി. നട്ടുവളർത്താം മാമരമൊന്നിനെ നട്ടു നനയ്ക്കാം ചങ്ങാതി. നട്ടു നനയ്ക്കാം ചങ്ങാതി. എന്തൊരു വെയില്! എവിടെ പോയിട്ട് വരുന്നു? പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോയി. വല്ല അപേക്ഷയും കൊടുക്കാനാണോ? ഓ, ഒന്നും പറയണ്ട. കുറച്ച് നാളായിട്ട് കയറി ഇറങ്ങുക. അപേക്ഷ കൊടുക്കാൻ പോയതാ. നമ്മുടെ അപ്പുറത്തെ വിശ്വനാഥൻ്റെ ഒരു പ്ലാവ് എന്തൊരു ശല്യമാണെന്നറിയാവോ? ഇല മുഴുവൻ നമ്മുടെ മുറ്റത്താ. എത്ര തവണ അയാളോട് പറഞ്ഞെന്നറിയാവോ വെട്ടിത്തരാൻ? മുറ്റം തൂത്ത് നടുവടിഞ്ഞെന്ന ലക്ഷ്മിയുടെ പരാതി. അതൊന്ന് മുറിപ്പിക്കാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയതാ. അതെ അങ്കിളേ, അങ്കിൾ ഇങ്ങോട്ട് വന്നത് വെയിൽ കൊണ്ട് പൊരിഞ്ഞല്ലേ? ആ വരുന്ന വഴിക്ക് കുറച്ച് മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ? അങ്കിളെ, ഒരു മരം നമുക്ക് നൽകുന്നത് അതിന്റെ ജീവനാണ്. വെയിലേറ്റുവാങ്ങി നമുക്കത് തണൽ തരുന്നു. ഫലങ്ങൾ, ഇലകൾ, എന്തിന് ജീവവായു പോലും അത് നമുക്ക് തരുന്നു. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വീടിന് മുകളിൽ നമുക്ക് ഭീഷണിയായാൽ ആ മരം മുറിക്കണ്ടേ? ആയിക്കോട്ടെ, പക്ഷേ മറ്റൊരു മരം നട്ടിട്ട് വേണം അത് മുറിക്കാൻ. ഇലകൾ ഭൂമിക്ക് പുതപ്പാണ്. ഈ മരങ്ങൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇവർക്കെല്ലാവർക്കും കൂടി ഉള്ളതാണ്. അത് ശരിയാ. ജീവിക്കാനായാവോളം വായു തരുന്നത് മരമല്ലോ. മരമെന്നത് വരമല്ലോ. ദൈവം തന്നൊരു നിധിയല്ലോ. ദൈവം തന്നൊരു നിധിയല്ലോ. ഭൂമിക്കൊരു കുട നിവർത്താൻ ഒത്തൊരുമിക്കാം ചങ്ങാതി. നട്ടുവളർത്താം മാമരമൊന്നിനെ നട്ടു നനയ്ക്കാം ചങ്ങാതി. നട്ടു നനയ്ക്കാം ചങ്ങാതി. നട്ടു നനയ്ക്കാം ചങ്ങാതി. നട്ടു നനയ്ക്കാം ചങ്ങാതി.